പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻഹും മൻ യുഅ്മിനു ബിഹി വമിൻഹും മൻ ലാ യുഅ്മിനു ബിഹി. അതായത് ഖുർആനിൽ വിശ്വസിക്കുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട്, അതിൽ വിശ്വസിക്കാത്ത ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. എൻ്റെ രക്ഷിതാവ് കുഴപ്പമുണ്ടാക്കുന്നവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ഇപ്പോൾ ഖുർആനിൽ വിശ്വസിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. കുഴപ്പമുണ്ടാക്കുന്നവരാരാണെന്ന് അള്ളാഹു ഒന്നായി അറിയുന്നു. അപ്പം ഇവിടെ ഇന്നലെ ഒരു വോയിസ് ചാറ്റ്, വാട്സപ്പ് വോയിസ് ചാറ്റിൽ ഏർപ്പെട്ടു. അതിൽ പഴനോമിയുടെ ഏറ്റവും വലിയ ശത്രു ഉള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഷിബിലി എന്നാണ് പേര്, ഷിബിലി പട്ടാമ്പി. അവന് എൻ്റെ 2 സഹായികളുണ്ടായിരുന്നു. പഴനോമിയെ പറ്റി ഒരുപാട് എനിക്ക് വേണ്ടി ഓരോ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന 2 വ്യക്തികളെ അവനെ ഒഴിവാക്കി. ഒരുത്തൻ എന്തായാലും അവനെ ഒഴിവാക്കി. ഒരു ഫിർദോസ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, അവനെ ഒഴിവാക്കിച്ചാൽ അവൻ്റെ ഫോട്ടോ ഇവിടുന്നൊക്കെ തപ്പിപ്പിടിച്ചെടുത്തിട്ട് ആ ഫോട്ടോയിൽ മറ്റ് അശ്ലീല സ്ത്രീകളുടെ ചിത്രം ചേർത്തിട്ട് അശ്ലീല സ്ത്രീകളുടെ ശരീരത്തിൽ ഇവൻ്റെ തല വെച്ച് ഒട്ടിച്ച് അവന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടു. അതും എൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കി, എൻ്റെ ഫോട്ടോ വെച്ച് ഷാനവാസ് കരട്ടിയാട്ടിൽ അക്കൗണ്ട് ഒരു 3-4 ഉണ്ടാക്കിയിട്ട് അതിൽ അവന് ഇട്ടു. ഇനി അവനാണോ മറ്റു ഷെയർ എന്നൊരുത്തുണ്ട്, ഇനി അവനാണോ അറിയില്ല. ഏതായാലും ഇവനാണ് അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം തന്നെ ആയിരിക്കും മിക്കവാറും. ഫിർദോസിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടതും പിടിച്ചതൊക്കെ അവൻ തന്നെയാണ്, ഷിബിലി എന്ന വ്യക്തി തന്നെയാണ്. അപ്പം എൻ്റെ അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേര് അക്കൗണ്ട് തുടങ്ങിയവൻ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അവനും എന്ത് ചെയ്തു, വേറെ 2-3 ആൾക്കാർ, അവനെ പോലത്തെ കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാനുമായി സംസാരിക്കാൻ തയ്യാറായി. ഇന്നലെ വോയിസ് ചാറ്റിൽ വിളിച്ചു. അങ്ങനെ വിളിച്ച് ഇവിടെ സംസാരിച്ച് നോക്കിയപ്പോഴോ അതിലൊരുത്തൻ അവൻ്റെ ഭാഗത്ത് നിർത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരുത്തൻ അവൻ്റെ അവസാനം ഇന്ത്യ ഭാഗത്തായി മാറി. മറ്റവൻ പറഞ്ഞ് ഒരു ജിഹാൻ എന്ന വ്യക്തി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞ് ഷാനവാസ് പറഞ്ഞാലും കാര്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അവന് മറ്റവൻ ഒറ്റപ്പെട്ടു പോയി. അതാണ്. അപ്പം ഈ ശത്രുക്കളുടെ ഭാഗത്തും നല്ലവരുണ്ടാവും, ഇപ്പം നിരീശ്വരവാദികളുടെ ഭാഗത്തും നല്ലവരുണ്ടാവും, വിശ്വാസികളുടെ ഭാഗത്ത് ദുഷ്ടന്മാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ഒരുപാട് എന്നെ തെറി വിളിച്ചു. അതിൻ്റെ സംസാരം കേട്ടിട്ട് ഒരു മലപ്പുറം ഭാഗത്തുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. മുസ്ലിം തന്നെയാണ്. എൻ്റെ ലീഗുകാർ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവിടെ, അവരോട് പറഞ്ഞാൽ മതിനെപ്പം പൊക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം മുസ്ലിങ്ങളുടെ ഭാഗത്തും നമുക്ക് ശത്രുക്കളുണ്ടാവും. അപ്പോൾ പ്രവാചകൻ ശത്രുക്കളൊക്കെ ആരായിരുന്നു? ആയിരുന്നല്ലോ. പ്രവാചകനായിട്ട് ഖുറൈശി പാരമ്പര്യമുള്ള വ്യക്തിയുമാണ്. സ്വന്തക്കാർ തന്നെ ശത്രുക്കളായി വരും ചില സമയത്ത്. ചില അന്യന്മാരിൽ നല്ലവരും ഉണ്ടാവും, അന്യന്മാരിൽ ശത്രുക്കളും ഉണ്ടാവും, ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വരുന്നത് വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഖുർആനിൽ വിശ്വസിക്കുന്നവർ അവരുടെ കൂട്ടത്തിൽ, വിശ്വസിക്കാത്തവരും അവരുടെ കൂട്ടത്തിലുണ്ട്. കുഴപ്പമുണ്ടാക്കുന്നവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ്. അള്ളാഹുവിനോടെ ആരൊക്കെയാണ് കുഴപ്പക്കാരെന്ന് അള്ളാഹുവിന് ശരിക്കറിയാമെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയാം, അവർ നിന്നെ നിഷേധിച്ച് തള്ളുകയാണെങ്കിൽ നീ പറഞ്ഞേക്കുക, എനിക്കുള്ളത് എൻ്റെ കർമ്മമാകുന്നു, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മവും. ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിമുക്തരാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാൻ വിമുക്തനാണ്. അപ്പോൾ ഈ സത്യനിഷേധികൾ നിഷേധിക്കാനും പറഞ്ഞേക്കുക, എനിക്കുള്ള എൻ്റെ കർമ്മം മനസ്സിലെ, ഞാൻ എൻ്റെ കബറിലേക്ക് നിങ്ങൾ വരണ്ട, നിങ്ങളുടെ കബറിലേക്ക് നിങ്ങൾ പോവുക, നിങ്ങളുടെ ശിക്ഷ നിങ്ങൾ വാങ്ങുക, എൻ്റെ ശിക്ഷ ഞാൻ വാങ്ങുക, എനിക്ക് കിട്ടുന്ന നന്മകൾ ഞാൻ വാങ്ങുക, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ നടന്നിട്ട് പ്രവാചകൻ എങ്ങനെയാണ്, മുഹമ്മദ് നബി അങ്ങനെയാണ്, അവന് മുഹമ്മദ് കുന്നഞ്ചേരിയിൽ ഈത്തപ്പനെയാണ് എന്നൊന്നും പറയേണ്ടതില്ല. അത് അള്ളാഹു നോക്കിക്കോളും. ഇപ്പോൾ ചിലർ പറഞ്ഞത്, നിരീശ്വരവാദികൾ പറഞ്ഞത് 4 വർഷം കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ ജനിച്ചത്. പ്രവാചകൻ്റെ പിതാവ് മരിച്ച് 4 വർഷം കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ ജനിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല, 6 മാസമാണ്. ഞാനൊക്കെ മദ്രസയിൽ പഠിച്ചത് 6 മാസം. പ്രവാചകൻ്റെ പിതാവ് മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴാണ് പ്രവാചകൻ ജനിച്ചത്. പ്രവാചകൻ്റെ പിതാവായ അബ്ദുള്ള
കച്ചവടത്തിന് ഷാമിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ രോഗം ബാധിച്ചു മരിച്ചു. ആ മരിക്കുമ്പോൾ പ്രവാചകൻ 6 മാസം വയറ്റിലായിരുന്നു പ്രവാചകൻ ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴോ മാതാവ് മരിച്ചു. പിന്നെ മറ്റ് ഹലീമ എന്ന സ്ത്രീയാണ് പ്രവാചകൻ മുലയൂട്ടിയിരുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇപ്പോൾ നിരീശ്വരവാദികൾ പറയുന്നത് 4 വർഷം മുമ്പ് പ്രവാചകൻ ജനിക്കുന്ന 4 വർഷം മുമ്പ് പ്രവാചകൻ്റെ പിതാവായ അബ്ദുള്ള മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു ശുക്ലം അല്ലെങ്കിൽ പുംബീജം 4 വർഷം ചിലപ്പോൾ ഗർഭപാത്രത്തിൽ ചിലപ്പം കഴിയാനുള്ളത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും നമ്മൾ വിശ്വസിക്കേണ്ട, 4 വർഷം എന്നുള്ള ഒരിക്കലും നമ്മൾ വിശ്വസിക്കേണ്ട. കാരണം നമ്മൾ മദ്രസയിലൊക്കെ വെറുതെ പുസ്തകത്തിൽ എഴുതിയിടില്ലല്ലോ. ഒക്കെ അറിവുള്ള ആൾക്കാരൊക്കെ നോക്കി പിടിച്ചിട്ടാണല്ലോ അതൊക്കെ എഴുതി വെക്കുക. അപ്പോൾ ഇവർ നിരീശ്വരവാദി ഇവിടുന്നൊക്കെ തട്ടിക്കൂട്ടി കൊണ്ടുവരും. എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ തകർക്കണം. കാരണം അവർക്ക് അവരുടെ അമ്മ ഭോഗം പെങ്ങൾ ഭോഗമൊക്കെ നടക്കണമെങ്കിൽ ഇസ്ലാം ഇവിടെ പാടില്ല. കോഴിക്കോട് ചുംബന സമരം നടത്താൻ നോക്കിയിട്ട് അത് പൊളിച്ചടുക്കി കൊടുത്തല്ലോ കോഴിക്കോട്ടിൽ നല്ലവരായ ജനങ്ങൾ. കാരണം നന്മയുള്ള നാടാണ് കോഴിക്കോട് മലപ്പുറവും. അപ്പോൾ അവിടെ നിരീശ്വരവാദികളുടെ വേരോട്ടം മുന്നോട്ട് പോവില്ല. അപ്പോൾ അവർക്ക് ആദ്യം ഇസ്ലാമിനെ തകർക്കണം. എന്നാലേ അവർ അമ്മ ഭോഗം പെങ്ങൾ ഭോഗം ലിവിങ് ടുഗദറൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അവർ ഇസ്ലാമിനെയും പ്രവാചകനെയും ഒക്കെ തകർക്കുന്നത്. പ്രവാചകന് കുന്നിൻ ചെരുവിലെ ഈത്തപ്പനയാന്നൊക്കെ പാടുന്നു. ഇവിടെ പാടുന്ന വെച്ചാൽ എനിക്കുള്ളത് എൻ്റെ കർമ്മം, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മം. നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്കുണ്ടാവും, ഞാൻ നന്മ ചെയ്താലേ എനിക്കുണ്ടാവും. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അതിൽ നിന്ന് നിങ്ങൾ വിമുക്തരാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാനും വിമുക്തരാണ്. നിങ്ങൾ എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടോ അത് എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ എടുത്തോളി. ശരി, ഞാൻ ചെയ്ത നന്മകൾ ഞാൻ എടുക്കും, ഞാൻ ചെയ്ത ദോഷങ്ങൾ ഞാൻ എടുക്കും. അതുപോലെ നിങ്ങൾ അങ്ങനെ തന്നെ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. നമ്മൾ സൂറത്തുൽ കാഫിറൂനിൽ പാടുന്നുണ്ട് ഇതേ വാചകങ്ങൾ തന്നെ. ഇതാണ് നമ്മളെ വിശ്വാസിയുടെ ആകത്തുക. നമ്മളെ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണല്ലോ. അപ്പം നമ്മൾ സമാധാനത്തിൻ്റെ മതമാകുമ്പോൾ സമാധാനത്തിൻ്റെ വാക്കുകളും ഉണ്ടാവും. അപ്പോൾ ഇതൊരു സമാധാനത്തിൻ്റെ വാക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ഉരുണ്ടുകാരിനോട് വല്ലാതെ തർക്കിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കേണ്ട അറിയും. ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ ഇട്ട്, ഞാനിപ്പോൾ ഇന്നലെ ഒരു വ്യക്തിക്ക് നമ്മുടെ മിൽവാക്കിയിലത്തെ ഫോട്ടോ ഇട്ടു. മിൽവാക്കി ബിൽഡിങ് 80 മൈൽ അകലെയുള്ളൊരു ബിൽഡിങ് കാണുന്ന ചിത്രം. ശരിക്കും 80 മൈൽ അകലെയുള്ള ബിൽഡിങ് കാണാൻ പാടില്ല ഉരുണ്ട ഭൂമിയിൽ. കാരണം വെച്ചാൽ 1.25 കിലോമീറ്റർ താഴോട്ട് പോകും. മൈൽ ഗുണിക്കണം 8 ഇഞ്ചാണ് പരന്ന ഉരുണ്ട ഭൂമിയുടെ വക്രത. 1 മൈൽ അകലെയുള്ള വസ്തു 8 ഇഞ്ച് താഴോട്ട് പോകും. 2 മൈൽ അകലെയുള്ള വസ്തു 2 × 2 4 × 8 32 ഇഞ്ച് താഴോട്ട് പോകും. 3 മൈൽ അകലെയുള്ള വസ്തു ആണെങ്കിലോ 3 9 9 8 72 ഇഞ്ച് താഴോട്ട് പോകും. അങ്ങനെ നോക്കുമ്പോൾ 80 മൈൽ അകലെയുള്ള വസ്തു ആണെങ്കിൽ എത്ര ആവും? 1.25 കിലോമീറ്റർ താഴോട്ട് പോകും. 1.25 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങും കാണില്ല. സാധാരണ ബിൽഡിങ്ങുകളൊക്കെ ഒരു 60 മീറ്റർ വരെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ മിൽവാക്കിയിലത്തെ ബിൽഡിങ്ങിൻ്റെ അടിഭാഗം വരെ നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ അത് മിറർ ഇമേജാണ്. വെച്ചാൽ അത് ഈ ഭൂമിയിലെ വസ്തുക്കൾ പിന്നെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ തട്ടിട്ടോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ജലത്തുള്ളികൾ തട്ടിട്ടോ ഈ മേഘങ്ങളിൽ തട്ടിട്ടോ പ്രതിഫലിക്കുകയാണത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടതുഭാഗത്തുള്ള വസ്തു വലതുഭാഗത്തുള്ള വസ്തു ഇടതുഭാഗത്തായിട്ടും കാണണം അല്ലേ? കണ്ണാടിയിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കാണുക. പക്ഷെ അങ്ങനെയല്ല കാണുന്നത്. ഇടതുഭാഗത്ത് മിൽവാക്കിയിൽ ഇടതുഭാഗത്ത് ഏത് ബിൽഡിംഗ് ആണോ അതേപോലെ തന്നെ ഇവിടെ കാണുന്നുണ്ട്. വലതുഭാഗത്ത് ഏത് ബിൽഡിംഗ് ആണോ അതും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് യാതൊരു മറുപടി ഇല്ല. എന്നിട്ടും എന്നോട് തർക്കിക്കുക, സത്യം മനസ്സിലായിട്ടും എന്നോട് തർക്കിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, സത്യമൊന്നുമില്ലേ, നിങ്ങൾക്കിപ്പോൾ നിർബന്ധിച്ച് പരന്നുമിക്കാരനാക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാനും കൊണ്ട് പോയി. അപ്പോൾ അതാണ് സമാധാനത്തിൻ്റെ ഒരു ശാസ്ത്രം, സമാധാനത്തിൻ്റെ തത്വം. അവർ വല്ലാതെ തർക്കിക്കുമ്പോൾ നമ്മൾ ഒഴിഞ്ഞാടാ, നിങ്ങൾ വിശ്വസിക്കേണ്ട, സംഭവമില്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചന്ദ്രനിൽ പോയിട്ടില്ല, ചന്ദ്രനിൽ പോകാതെ എങ്ങനെയാണ്? ചന്ദ്രനിൽ പോയിട്ടില്ലെങ്കിൽ റഷ്യക്കാർ അത് പൊളിച്ചെടുക്കൂലേ? അപ്പോൾ നമ്മൾ പറയും റഷ്യക്കാരും ഒരു ഒറ്റക്കെട്ടാണ്, റഷ്യക്കാരുടെ കള്ളത്തരം പിടിക്കപ്പെടും, അതുകൊണ്ട് അവരൊന്നും മുണ്ടില്ല. അതൊന്നുമില്ല, അങ്ങനെ കുറേ തർക്കിക്കും. അപ്പോൾ എടുക്കാൻ നമ്മൾ വിശ്വസിച്ചോളി,
പ്രശ്നമൊന്നുമല്ല. അപ്പം അങ്ങനെയാണ് നമ്മുടെ സംസാരം. അപ്പം നമ്മളെപ്പോഴും ഈ സംസാര രീതി ഉപയോഗിക്കണം. വല്ലാത്ത തർക്കിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്നത് നല്ല സമാധാനത്തിൻ്റെ ഒരു വാക്കാണത്. അപ്പം ഈ വാചകം ഖുറാനിൽ 2-3 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. അത് സമാധാനത്തിൻ്റെ ഒരു വാക്കാണ്. അത് ഭൂമിയിൽ പ്രശ്നമുണ്ടാതിരിക്കാൻ വേണ്ടുന്ന ഒരു നല്ലൊരു വാക്കുമാണ്. അങ്ങനെ നമ്മളെപ്പോഴും സമാധാന ചിത്തരാവുക, ആരോടും തർക്കിക്കാതിരിക്കുക. തീരെ തർക്കിക്കുക എന്നല്ല, നമ്മൾ കാര്യങ്ങൾ പറയാം. വല്ലാതെ തർക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിയുക. അങ്ങനെ ഭൂമിയിൽ സമാധാനത്തോടെ ചരിക്കുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്തുമാറാകട്ടെ. ആമീൻ.